കഥ പെണ്ണുകാണൽ ഇൻ്റർവ്യൂ. രചന മേഘമയൂരി. ശബ്ദം തോമസ്. ഏത് സ്കെയിൽ മാനേജറാണ് ബ്രാഞ്ച് ഹെഡ് ചെയ്യുന്നത്? ആദ്യമായി എന്നെ പെണ്ണുകാണാൻ വന്ന സുമുഖനും സുന്ദരനും സർവോപരി വിനീതനുമായ SBI അസിസ്റ്റന്റ് മാനേജറിൽ നിന്നും ഉയർന്ന ആദ്യത്തെ ചോദ്യം തന്നെ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. എന്താ പേര്, എവിടെയാ പഠിച്ചത് എന്നിങ്ങനെയുള്ള സാധാ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു നിന്ന നമ്രമുഖിയായി കാൽനഖം കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് നിന്ന് ഞാൻ ഇമ്മാതിരി കൊസറാക്കൊള്ളി ചോദ്യം കേട്ട് വിളറി വിയർത്തു. വെപ്രാളത്തിൽ ശബ്ദം പരമാവധി ചെറുതാക്കി ഞാൻ മൊഴിഞ്ഞു. ലാർജ്. ഗൗരവഭാവം വിടാതെ തന്നെ വീണ്ടും അയാൾ ചോദ്യം വ്യക്തമാക്കി. അതല്ല കൊച്ചെ ചോദിച്ചത്, മാനേജർ ഏത് സ്കെയിലാണ് എന്നാണ്. ലൈഫ് ലൈൻ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വിളിച്ചു കൂകി. സ്കെയിൽ 2. ഉടൻ വന്നു അടുത്ത ചോദ്യം. ബ്രാഞ്ചിന്റെ ബിസിനസ് എത്രയാ? 80 കോടി. കശ്മലന് ചോദിക്കാൻ വേറൊന്നുമില്ലേ? ഇതൊന്നുമല്ലാതെ എന്തൊക്കെ ചോദിക്കാൻ യാക്ക്? എൻ്റെ മനസ്സിൽ അടുത്തതായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ പെരുമഴ ചറപറ എന്ന് വന്നു. NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, കിട്ടാക്കടം, CASA, ക്യാഷ് അക്കൗണ്ട്സ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, ടാർഗറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, കാർഷിക വായ്പ ഇത്യാദി. കർത്താവേ, ഒന്നിൻ്റെ ഉത്തരം ഓർമ്മയില്ല. കാണാപ്പാടം പഠിച്ചു വെക്കേണ്ടതായിരുന്നു. മൊത്തത്തിൽ ജനറൽ മാനേജറുടെ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തൊരു പ്രതീതി. ഭാഗ്യത്തിന് പിന്നീട് ചോദ്യങ്ങളൊന്നും തന്നെ ചെറുക്കൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അടുത്ത ചോദ്യം ചെറുക്കൻ്റെ മമ്മിയുടെ വക. തൃശ്ശൂരിൽ കാനറ ബാങ്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്ന ഉത്തരമാണ് പെട്ടെന്ന് വായിൽ വന്നതെങ്കിലും പെണ്ണ് തറുതല പറയുന്നവൾ എന്ന പേരുദോഷം വരുത്തണ്ടല്ലോ എന്ന് ആലോചിച്ച് അറിയില്ല എന്ന ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ അമർഷം കടിച്ചു പിടിച്ചൊതുക്കി. ഫീലിംഗ് ഒരു ലോഡ് പുച്ഛം. ചെറുക്കൻ്റെ ഡാഡിയുടെ ചോദ്യം. എത്ര സെൻറ്റിലാ വീട് നിൽക്കുന്നത്? ഇവിടെ സെൻറ്റിനെന്താ വില? ഈ കാണുന്നതിനൊക്കെ പെൺകൊച്ചു മാത്രമാണോ അവകാശി? ഇതെല്ലാം കേട്ട ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുഖങ്ങളിലേക്ക് പാളി നോക്കി. മറുപടി പറയുന്ന രണ്ടുപേരുടെയും മുഖത്ത് കഷായം കുടിച്ച ഭാവം. എനിക്കത് കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നി. അവർക്കങ്ങനെ തന്നെ വേണം. ഇപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന് ഞാൻ 100 തവണ പറഞ്ഞതാ. വീക്കെൻഡിൽ വീട്ടിലെത്തി എന്നെ പിടിച്ച് നിർബന്ധിച്ച് പെണ്ണുകാണലിന് നിർത്തിയതല്ലേ. കാനറ ബാങ്കിൽ ജോലി കിട്ടിയിട്ട് 6 മാസമായതേ ഉള്ളൂ. ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് മതി കല്യാണം. അതുവരെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒടുക്കത്തെ ഒരു ആലോചനയും കൊണ്ടുവന്നിരിക്കുന്നത്. സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഞാൻ അതീവ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ ഞാൻ മനസ്സിലാക്കി. ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുന്നത് എന്നെ ഇത്രയേറെ സന്തോഷിപ്പിക്കുന്നത്. എന്തായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിളിക്കാം എന്നും പറഞ്ഞ് ആ കുടുംബം ഇറങ്ങിയതും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മട്ടുമാറി. എന്തു ജാതി പത്രാസുകാരാ? അമ്മച്ചി അരിശത്തോടെ പറഞ്ഞു. അവർ വരുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെയല്ല അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞത്. അപ്പച്ചൻ്റെയും താല്പര്യം നശിച്ചിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് റോയിയുടെ ഡാഡിയുടെ ഫോൺ കോൾ പ്രകാരം അപ്പച്ചൻ പുത്തൻപള്ളിയിലെത്തി. റോയിക്ക് ആൻമേരിയെ ഒരുപാട് ഇഷ്ടമായി. ഇതുതന്നെ മതിയെന്നാവും പറയുന്നത്. അവൻ്റെ സങ്കല്പത്തിലുള്ള അതേ പെങ്കൊച്ച്. നല്ല ഉയരവും നിറവും വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും വേണമെന്നായിരുന്നു അവൻ്റെ നിബന്ധന. ഒരുപാട് പെൺകുട്ടികളെ കണ്ടെങ്കിലും അവൻ ഇതാണ് ഇഷ്ടപ്പെട്ടത്. മാതാവിൻ്റെ മുന്നിൽ കൊന്ത ചൊല്ലിയതിനു ശേഷം മാത്രം ഇക്കാര്യം ആൻമേരിയുടെ അപ്പച്ചനോട് പറഞ്ഞാൽ മതിയെന്നാവും പറഞ്ഞത്. വലിയ ദൈവവിശ്വാസി അവൻ. എന്നും പള്ളി പോവും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയും അവൻ ഉപവാസം എടുക്കും. എല്ലാ നോമ്പുകളും എടുക്കും. ഒരു കെട്ട് പ്രാർത്ഥനാ പുസ്തകമുണ്ട് അവൻ്റെ കയ്യിൽ. എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല. കുടിയോ വലിയോ വേറെ യാതൊരു ദുശീലമോ ഇല്ല. മോനെക്കുറിച്ച് പറയാൻ അയാൾക്ക് 100 നാവ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒറ്റമോൻ അവൻ. 3 മാസം കഴിഞ്ഞാൽ അവൻ ബാങ്ക് മാനേജറാവും. അതുകൊണ്ട് സ്ത്രീധനമായി 1.5 കോടിയെങ്കിലും വേണം. പിന്നെ ഒരു കാറും. ബിസിനസ്സുകാരനായ നിങ്ങൾക്ക് അത് വലിയ വിഷയമല്ലെന്ന് എനിക്കറിയാം. അപ്പച്ചനെല്ലാം സവിനയം കേട്ട് തലകുലിക്കിയതിനു ശേഷം മോളോടും കുടുംബക്കാരോടും ചോദിച്ചിട്ട് അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അമ്മച്ചിയോടും എന്നോടും ഇക്കാര്യം ചർച്ച ചെയ്തു. എൻ്റെ അനിഷ്ടം ഞാൻ നേരത്തെ പ്രകടമാക്കിയിരുന്നെങ്കിലും അമ്മച്ചിയുടെ എതിർപ്പിൻ്റെ ശക്തി കുറഞ്ഞത് എന്നെ വീണ്ടും ആശങ്കയിലാഴ്ത്തി. അന്ന് വൈകുന്നേരം റോയിയുടെ ഡാഡിയുടെ ഫോൺ കോൾ വന്നു. അപ്പച്ചനാണ് ഫോൺ എടുത്തത്. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? വില പറഞ്ഞ് വിൽക്കാൻ എൻ്റെ വീട്ടിൽ കന്നുകാലികളെ ഒന്നും വളർത്തുന്നില്ല. എൻ്റെ മോളെ ഞാൻ നല്ല ദൈവഭയത്തോടെയാണ് വളർത്തുന്നത്. അവൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. ഭാഗ്യത്തിന് അവൾക്കൊരു ജോലിയുമുണ്ട്. 1.5 കോടിയും കാറും കൊടുത്ത് വില പേശി എൻ്റെ മോക്ക് ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ വാങ്ങാൻ അവക്കോ ഞങ്ങൾക്കോ തീരെ താല്പര്യമില്ല. നിങ്ങളുടെ യോഗ്യനായ മോനെ എൻ്റെ മോക്ക് വേണ്ട. ഇതും പറഞ്ഞ് അപ്പച്ചൻ ഫോൺ വെച്ചു. അപ്പച്ചൻ്റെ ഈ ഡയലോഗ് കേട്ടതും വിസിലടിക്കാൻ തോന്നി എനിക്ക്. അതുവരെ ആശങ്കാഭരിതമായ എൻ്റെ മനസ്സ് മഴക്കാറ് കണ്ട മയിലിനെ പോലെയായി അപ്പോൾ.